ഇപ്പോൾ CPI നേതാവ് കെ അനിൽകുമാർ കൂടി ചേരുന്നുണ്ട്. അനിൽകുമാർ, നോക്കൂ, കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ മൗദൂദിയുടെ മതരാഷ്ട്രവാദം കൊണ്ടു നടക്കുന്നില്ലെന്നായിരുന്നു സതീശൻ അന്ന് പറഞ്ഞത്. പക്ഷേ സതീശന്റെ വാദം വെള്ളത്തിൽ വരച്ച രേഖ പോലെ മാഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. സംസ്ഥാനത്ത് മൗദൂദിയുടെ മതരാഷ്ട്രവാദ പ്രചാരണം ശക്തമാക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി ഒരുങ്ങുന്നത്. ഇന്ത്യയിലെ RSSനെ വിശുദ്ധവൽക്കരിക്കാൻ RSSന്റെ 100ാം വാർഷികത്തിൽ നരേന്ദ്രമോദി നടത്തുന്ന ശ്രമത്തിന് സമാനമായിട്ടാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവ്, പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിയെ മറുഭാഗത്ത് വിശുദ്ധീകരിക്കുന്നത്. അങ്ങനെ രണ്ട് വർഗീയ ശക്തികളെയും പരസ്പര വിരുദ്ധമെന്ന് തോന്നുകയും എന്നാൽ പരസ്പരം സഹായിക്കുകയും ചെയ്യുന്ന RSSനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒരുപോലെ സമൂഹത്തിനകത്ത് പൊതുവൽക്കരിക്കാനും സ്വീകാര്യമാക്കാനുമുള്ള കുതന്ത്രമാണ് മോദിയും VD സതീശനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് ചെന്നുപെട്ട പതനത്തിന്റെ ആഴമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പണ്ടുതൊട്ടേ കോൺഗ്രസിന്റെ UDFന്റെ ഘടകകക്ഷിയാണ്. പല ഘട്ടത്തിലും അവർ കോൺഗ്രസിന് മേലെ ആധിപത്യം സ്ഥാപിക്കുന്നു എന്ന നില വന്നിരുന്നു. പക്ഷേ കേരള കോൺഗ്രസ് UDFന്റെ ഭാഗമായി നിന്ന ഘട്ടത്തിൽ മുസ്ലിം ലീഗിന് ആ മേധാവിത്വം തുടർന്നു കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല. കേരള കോൺഗ്രസിലെ പ്രബലമായ KM മാണി നേതൃത്വം കൊടുക്കുന്ന വിഭാഗം ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ LDFിൽ ചേർന്നതോടെ അവശിഷ്ട കേരള കോൺഗ്രസ് നാമമാത്രമാവുകയും UDFിനകത്ത് മുസ്ലിം ലീഗിന്റെ വാക്ക് അവസാന വാക്കായി മാറുകയും ചെയ്തിരിക്കുന്നു. അത്തരമൊരു ഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കാനാണ് ലീഗിനകത്തേക്ക് നുഴഞ്ഞു കയറിയ ജമാഅത്തെ ഇസ്ലാമിയുടെ വാദങ്ങളെ VD സതീശൻ ഉയർത്തി പറയേണ്ടി വന്നത്. നമ്മുടെ രാജ്യത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചുവെന്ന് ഒരു തെളിവുമില്ലാതെ ഔപചാരികമായി പ്രഖ്യാപിക്കുകയുണ്ടായി. അതിനു മുമ്പും അതിനുശേഷവും ജമാഅത്തെ ഇസ്ലാമി അത്തരമൊരു നിലപാട് സ്വീകരിച്ചതായി നമ്മുടെ മുമ്പിൽ ലഭ്യമല്ല. രാജ്യമാകെ VD സതീശന്റെ പ്രസ്താവന RSS വളരെ ബോധപൂർവ്വം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിനകത്ത് NSS ഉൾപ്പെടെയുള്ള സംഘടനകൾ പുതിയ തിരിച്ചറിവുകളിലേക്ക് വരുമ്പോൾ എന്താണ് UDFന് വന്നിട്ടുള്ള മാറ്റം? വർഗീയതയെ വാരിപ്പൊണ്ടുന്നത് UDF എടുത്തിട്ടുള്ള ഇപ്പോഴത്തെ ഏറ്റവും അവസരവാദപരമായ ജമാഅത്തെ ഇസ്ലാമി ബന്ധം, SDPI ക്രിമിനലുകളെ ന്യായീകരിക്കുന്ന ബന്ധം, ആ ബന്ധങ്ങളെല്ലാം സമൂഹത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട് VD സതീശൻ സ്വീകാര്യനല്ലാതാകുന്നു? എന്തുകൊണ്ട് VD സതീശൻ ഇത്തരം കാര്യങ്ങളിൽ ഒറ്റപ്പെടുന്നു? അതിന് കാരണം മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് കീഴ്പ്പെട്ട് പ്രതിപക്ഷ നേതാവ് ജമാഅത്തെ ഇസ്ലാമിയുടെ താല്പര്യത്തിനൊത്ത്, ലീഗിന്റെ താല്പര്യത്തിനൊത്ത് പ്രവർത്തിക്കുന്നതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി എല്ലായിടത്തും ഇത് ഒളിച്ചു കടത്തുന്നവരാണ്. ഇപ്പൊ മാധ്യമ ദിനപത്രമാകട്ടെ, ആഴ്ചപ്പതിപ്പാകട്ടെ, മീഡിയ ഒന്നാകട്ടെ, അവരൊക്കെ തന്നെ ചില ആഖ്യാനങ്ങൾ മുന്നോട്ട് വെക്കുന്നു. മറുഭാഗത്ത് പൊതുസമ്മതിക്ക് വേണ്ടിയുള്ള പ്രത്യേക ആഖ്യാനങ്ങളും ബദലായി നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ സെക്കുലർ എന്ന് തോന്നാവുന്ന തരത്തിലുള്ള മുഖങ്ങൾ എടുത്തണിയുകയും തികച്ചും മതരാഷ്ട്രത്തിന്റെ കാഴ്ചപ്പാടിൽ തന്നെ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, നന്ദി ശ്രീ കെ അനിൽകുമാർ പ്രതികരിച്ചതിന്.